ഇന്ന് എല്ലാ ചാനലുകളിലും വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്നലെയും ചിലതിലൊക്കെ വന്നു. രാജീവ് കണ്ഠരരുവിനെയും മോഹനൻ കണ്ഠരരുവിനെയും മകനെ അച്ഛനെയും കൂടി പിന്നെ മൊഴിയെടുത്തിരിക്കുന്നു SIT. അപ്പൊ SIT കൊടുത്തിരിക്കുന്ന മൊഴിയാണ് ദേവഹിതമനുസരിച്ചാണ് ഇത് പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ കട്ടള ഇളക്കാൻ അനുവാദം കൊടുത്തത്. വളരെ ഗൗരവമായ ഒരു വിഷയം ആണിത്. ഞാൻ അതിനുശേഷം ആ വാക്ക് കേട്ടതിന് ശേഷം അമ്പലങ്ങളുമായി ബന്ധം പലതരത്തിൽ, നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആളാണ്, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നൊക്കെ ആളുകളുമായിട്ടൊക്കെ പോകുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഞാൻ ഒരു അമ്പലത്തിൻ്റെ ഉത്സവ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. അപ്പം ഞാൻ അന്നേ മനസ്സിലാക്കിയ ഒരു ഹൈന്ദവ ആചാര തത്വമുണ്ട്. ദേവപ്രശ്നം വച്ചിട്ടാണ് ദേവഹിതം മനസ്സിലാക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു തിയറി. അപ്പൊ ഏത് ക്ഷേത്രത്തിലും താന്ത്രിക ജ്ഞാനികളെ വിളിച്ച്, തന്ത്രാചാര്യൻ വിളിച്ച് ദേവപ്രശ്നം വയ്ക്കും. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ ദേവപ്രശ്നം വയ്ക്കും. പക്ഷേ സാങ്കേതികമായി ദേവപ്രശ്നം വയ്ക്കാതെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം, അമ്പലം തുറന്നിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. ഇത് ഞാൻ പോറ്റിമാരിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും തന്ത്രിമാരിൽ നിന്നും ആഗമശാസ്ത്രവും താന്ത്രിക ശാസ്ത്രവും ഒക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ പറയുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ അമ്പലം തുറന്നിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ദേവൻ കാണുന്നു. പക്ഷെ അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അമ്പലം അടച്ചിരിക്കുന്ന സമയത്ത് ദേവനില്ലേ? ഉണ്ട്. സർവ്വവ്യാപിയാണ്. തൂണിലും തുരുമ്പിലും സകല ചരാചരങ്ങളിലും ആത്മാവിലും പരമാത്മാവിലും എല്ലാം ഇരിക്കുന്ന ചൈതന്യം തന്നെയാണ് ദേവൻ. പക്ഷെ എങ്കിലും നമ്മൾ പറയുമല്ലോ, സ്ഥാപനം തുറന്നിരിക്കുന്ന സമയത്ത്, ഓഫീസ് തുറന്നിരിക്കുന്ന സമയത്ത് നടക്കുന്നതും അടച്ചിരിക്കുന്ന സമയത്ത് നടക്കുന്നതും രണ്ട് ചെറിയ വ്യത്യാസം പറയും പോലെ, അമ്പലം അടച്ചിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ദേവഹിതമല്ല, ദേവൻ ഇഷ്ടപ്പെട്ട കാര്യമല്ല എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അമ്പലം തുറന്നിരിക്കുകയാണെങ്കിൽ ദേവൻ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതാണ് ഈ ഇതൊക്കെ കൊടുക്കലും എണ്ണ കൊടുക്കലും പല കാര്യങ്ങളുണ്ട്. പൂജയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ രാജീവ് കണ്ഠരരുവിന്റെ അടുത്ത് ദേവസ്വം ബോർഡ് കത്ത് കൊടുക്കുന്നു, സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റാം. കണ്ഠരരു ദേവഹിതം അറിഞ്ഞു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ദേവഹിതം അറിഞ്ഞത്? ഇതറിയാൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട്, വിശ്വാസികൾക്ക് വലിയ അവകാശമുണ്ട്. ദേവപ്രശ്നം വയ്ക്കാതെ എങ്ങനെ ദേവഹിതം അറിഞ്ഞു? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പോഴാണ് വീണ്ടും താന്ത്രികാചാര പ്രകാരവും ആഗമശാസ്ത്ര പ്രകാരവും ഒക്കെ നോക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ദേവഹിതം അറിയാനുള്ള മാർഗങ്ങൾ പലതുണ്ട്. ഒന്ന്, ഇന്നർ ഇൻഡ്യൂഷൻ, അതായത് ഒരു അന്തർധ്യാനത്തിലൂടെ ഇത് അറിയാൻ പറ്റും. തന്ത്രയ്ക്ക് അല്ലെങ്കിൽ പോറ്റിക്ക്, വേറെ ആളിനും, ഏതൊരു സാധാരണ മനുഷ്യനൊക്കെ അറിയാൻ പറ്റുന്നതാണ്. മനസ്സ് ശാന്തമാക്കി ദൈവവുമായി പിന്നെ സംവേദിക്കുമ്പോൾ, നമ്മൾ വളരെ ശാന്തമായി സംവേദിച്ചാൽ ഒരു ഇന്നർ ഇൻഡ്യൂഷനിലൂടെ നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അല്ലെ, ദൈവം നമ്മളോട് എന്ത് പറയുന്നു അറിയാതെ പല പോറ്റിമാരും ഒക്കെ സ്വപ്നം കണ്ടിട്ട്, പാറ്റുവാൽ ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ കഥയുണ്ട്. ദേവിയുടെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട കഥ, അവിടെ വന്ന് പോറ്റി സ്വപ്നം കാണിച്ചു എന്നൊക്കെ, പോറ്റിക്ക് സ്വപ്നം കാണിച്ചു എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. ധർമ്മത്തെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ ചെയ്യാം, ജ്യോതിഷ ചിന്തയിലൂടെ ചെയ്യാം, അതുപോലെ തന്നെ സൂചനകൾ, നേരത്തെയുള്ള സൂചനകൾ വെച്ചുകൊണ്ട് ചെയ്യാം, സത്പുരുഷന്മാരുടെ ഉപദേശം എടുത്തുകൊണ്ട് ചെയ്യാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ വഴി ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ശബരിമലയിൽ കട്ടളപ്പാളി മാറ്റിയതിൽ ദേവപ്രശ്നം ആവശ്യമുണ്ടോ? ദേവപ്രശ്നം ആവശ്യമില്ല എന്ന് വന്നാൽ ദേവഹിതമാണെന്ന് പറയരുത്. തന്ത്രി പറയേണ്ടിയിരുന്നത്, ദേവഹിതമാണെന്ന് പറഞ്ഞാൽ തന്ത്രി കുടുങ്ങും, ദേവപ്രശ്നത്തിലേക്ക് പോകണം. അല്ലാതെ ദേവഹിതം എന്നെങ്ങനെ തന്ത്രി പറയും? തുറന്നിരുന്നപ്പോൾ ചെയ്തെന്നുള്ള സാങ്കേതികം വെച്ചുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ തന്ത്രി കത്തെഴുതിയത് അമ്പലത്തിന്റെ തുറന്നിരുന്ന നടയുടെ ഫ്രണ്ടിൽ വെച്ചാണോ? ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ താന്ത്രിക സമൂഹമാണ്, യോഗക്ഷേമ സഭയാണ്. അതായത് അമ്പലം തുറന്നിരുന്ന സമയത്ത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാണോ തന്ത്രി കത്തെഴുതിയത് കൊടുക്കാൻ? അതോ കത്തെഴുതിയത് പോട്ടെ, കട്ടള പൊളിച്ചു മാറ്റിയത് അമ്പലം തുറന്നിരുന്നപ്പോഴാണോ? എങ്കിൽ ദേവന് ഇഷ്ടമുണ്ടെന്ന് പറയാം. അമ്പലം അടച്ചിരുന്നപ്പോഴാണ് കട്ടളപ്പാളി എടുത്തിട്ടുള്ളെങ്കിൽ അമ്പലത്തിന്റെ മുന്നിൽ വെച്ചല്ല തന്ത്രി, തുറന്നിരുന്ന അമ്പലത്തിന് മുമ്പിൽ വെച്ചല്ല തന്ത്രി എഴുതിയ, തന്റെ ഓഫീസിൽ ഇരുന്നാണ് എഴുതിയതെങ്കിൽ ദേവഹിതം എങ്ങനെയാണ് തന്ത്രി അറിഞ്ഞത്? ഇനി ഇല്യൂഷനാണ്, ഉള്ളിലുണ്ടായ ഉൾവിളിയാണ് എന്ന് പറഞ്ഞാൽ അത് പറയണം. അപ്പൊ തനിക്കുണ്ടായ ഉൾവിളിയിലൂടെ ദേവഹിതം താൻ തിരിച്ചറിയുകയും അതിലൂടെ ദേവപ്രശ്നം ഒഴിവാക്കുകയും ചെയ്തു എന്ന് പറയണം. അതൊരു വലിയ പ്രശ്നമാണ് തന്ത്രി. പഴയ കാലമല്ല, ഇതൊക്കെ എല്ലാവരും പഠിക്കുന്ന കാലമാണ്.
ബ്രാഹ്മണ സമൂഹം മാത്രം, നമ്പൂതിരി പോറ്റി സമൂഹം മാത്രം ഇത് പഠിക്കുന്ന കാലമൊക്കെ പോയി. ഇന്ന് ലോകം മുഴുവൻ ഇത് പഠിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഹിന്ദു സമൂഹമൊക്കെ ഒരുപാട് ഉയർന്നു. അപ്പോൾ ദേവഹിതം എങ്ങനെയാണ് തന്ത്രി അറിഞ്ഞതെന്ന് പറയാൻ ഒരു അവകാശമുണ്ട്, തന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, അറിയാൻ വിശ്വാസി സമൂഹത്തിന് അവകാശവുമുണ്ട്. യഥാർത്ഥത്തിൽ ദേവപ്രശ്നം വയ്ക്കുന്നത് കട്ടള പോലുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു അത്യാഹിതം ഉണ്ടായാൽ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അറ്റകുറ്റിപ്പണി നടത്തിയാലൊന്നും ദേവപ്രശ്നം വയ്ക്കുന്ന രീതികൾ പലപ്പോഴും കാണാറില്ല. അതേസമയം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവിടെ. പണ്ട് കാലത്തൊക്കെ തന്നെ ശബരിമല ക്ഷേത്രത്തിൽ തന്നെ മുമ്പ് ദേവപ്രശ്നം വയ്ക്കാതെ തന്നെ ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. അവിടെ തീപിടുത്തം നടന്ന സമയത്ത് ദേവപ്രശ്നം വെച്ചിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ 1950 തീപിടുത്തം നടന്നപ്പോൾ അവിടെ ദേവപ്രശ്നം വെച്ചിട്ടില്ല. പുനർനിർമ്മിച്ചപ്പോൾ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണ കാര്യങ്ങളിലൊന്നും അങ്ങനെ ദേവപ്രശ്നം വയ്ക്കാറില്ല എന്നാണ് പറയുന്നത്. 85 തറ അറ്റകുറ്റപ്പണി നടത്തിയപ്പോൾ അത് അറ്റകുറ്റപ്പണിയാണല്ലോ, അത് പിന്നെ കാര്യമില്ല. പക്ഷെ ആ അറ്റകുറ്റപ്പണിയിൽ അവിടെ ഫ്ലോറിംഗ് പോലുള്ള ബാത്റൂം കെട്ടുന്ന ശബരിമലയിലുള്ള മറ്ററ്റകുറ്റപ്പണികൾ ചെയ്യും പോലെ ആണോ കട്ടളപ്പടി, ദ്വാരപാലക വിഗ്രഹം, കൊടിമരം എന്ന് കൃത്യമായി തന്ത്രി പറയേണ്ടതുണ്ട്. ഇതാണ് കേരള സമൂഹത്തിന്റെ, വിശ്വാസ സമൂഹത്തിന് അറിയേണ്ടത്. 2005 കൊടിമര മാറ്റം വന്നപ്പോഴും അവിടെ ദേവപ്രശ്നത്തിന്റെ വിഷയം വന്നില്ല. ശ്രീകോവിലിൽ തറപണി ചെയ്തപ്പോഴും ദേവപ്രശ്നമില്ലാതെ തന്നെ നടത്തി. അതൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അപകട സാധ്യത ഉണ്ടെങ്കിൽ അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യാം, അറ്റകുറ്റി പ്രശ്നമൊക്കെ ചെയ്യാം. അപ്പം വളരെ അടിയന്തരമായി ഈ ഇതിന്റെ സ്വർണ്ണമെല്ലാം പോയി ചെമ്പ് വെളിയിൽ കണ്ടതുകൊണ്ട് വളരെ അടിയന്തരമായി കട്ടള പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. ദേവപ്രശ്നത്തിന് സമയം എടുക്കും. പെട്ടെന്ന് കട്ടള മാറ്റണം, തീർച്ചയായിട്ടും അതിനെടുത്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം ശുദ്ധീകരണ പ്രക്രിയയും ശാന്തി പരിപാടികളും ഒക്കെ ശാന്തികളും ഒക്കെ നടത്തിയാൽ മതി. പക്ഷേ ഇവിടെ പ്രശ്നം വ്രതമുറകൾ മാറ്റുക, ദർശന രീതി മാറ്റുക, വിഗ്രഹം എടുത്ത് മാറ്റുക, ആചാരക്രമം മാറ്റുക. ഇത് പിന്നെ താന്ത്രിക ആവശ്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ മുഖ്യ പ്രതിഷ്ഠയിൽ മാറ്റം വരുത്തുന്നു, പ്രതിഷ്ഠയുടെ തത്വത്തിൽ മാറ്റം വരുത്തണം, മൂലപ്രതിഷ്ഠയുടെ ദിക്ക് മാറണം, നാലമ്പലത്തിന്റെ ഏർപ്പാടുകളെല്ലാം മാറണം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ക്ഷേത്രം, നാലമ്പലം, ബാലികാപ്പണി, പുതിയ ശില്പങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, ആലയം വികസനം, ഇങ്ങനെയുള്ള നിരന്തരം പ്രതിഷ്ഠയിൽ വിളർച്ച വന്നു. ദീപസ്തംഭത്തിന്റെ മടക്കം ഭാഗത്ത് പൂജാ സാമഗ്രികൾ അസാധാരണ ദോഷം വന്നു. അലങ്കാരത്തിൽ പ്രവർത്തിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ അതുപോലെ വ്രതം, മറ്റു കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തണമെങ്കിൽ ദേവപ്രശ്നം വേണം. എന്നാൽ അറ്റകുറ്റപ്പണികൾക്ക് ദേവപ്രശ്നം വേണ്ട. അപ്പോൾ താങ്കൾ പറയേണ്ടിയിരുന്നത് തറയിളക്കം, കട്ടളപ്പണി പോലുള്ള കാര്യങ്ങളിൽ ദേവപ്രശ്നം വേണ്ട. പക്ഷെ അപ്പോൾ താങ്കൾ പറയേണ്ടിയിരുന്നത് ദേവഹിതം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഹിന്ദു സമൂഹത്തിന് സംശയം വരുന്നത്, ദേവഹിതമാണെങ്കിൽ ദേവപ്രശ്നത്തിലേക്ക് പോയോ അതോ ഇൻഡ്യൂഷനിലൂടെ താങ്കൾ പറഞ്ഞോ? ക്ഷേത്രം തുറന്നിരുന്നപ്പോഴാണോ ഈ കത്തെഴുതിയത്? ക്ഷേത്രം തുറന്നിരുന്നപ്പോഴാണോ സാങ്കേതികമായി കട്ടളപ്പടി ഇറക്കി മാറ്റിയത്? അല്ലെങ്കിൽ ഇത് ആചാരലംഘനമാണ്, ഗൗരവമായ ആചാരലംഘനമാണ്. അത് തന്ത്രിയുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ വലിയ ആചാരലംഘനമാണ്. അതുകൊണ്ട് തന്നെ ദേവപ്രശ്നം വച്ചിട്ടുണ്ടോ, വച്ചില്ലെങ്കിൽ എങ്ങനെ ദേവഹിതം തന്ത്രി അറിഞ്ഞു എന്ന് അറിയാൻ നമ്മുടെ വലിയ സമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിന് വലിയ അവകാശമുണ്ട്, ആഗ്രഹവുമുണ്ട്.